ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നതോ ആയിട്ടുള്ള സ്റ്റോൺ പാവിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ മുറ്റം വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർലോക്കിനോ അല്ലെ സ്റ്റോൺ പാവിങ്ങിലോ ആണല്ലോ. സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇതേപോലെ നാച്ചുറൽ സ്റ്റോണും കുറച്ച് ഇൻ്റർലോക്കും ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതേപോലെ ഇങ്ങനെ കുറേ വീഡിയോസ് ഞാനും സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ മിക്കതും ഈ സ്റ്റോൺ പേവിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള വീഡിയോസാണ് കണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു വീട്ടിൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് വളരെ കുറവാണ്. അതായത് ഒരു ഹൗസ് ഓണർ എന്ന നിലയിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്ന വീഡിയോസ് വളരെ കുറവാണ്. സോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തപ്പോൾ കുറച്ച് വീഡിയോ എടുക്കുകയും ചെയ്തു. അതേപോലെ ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും കുറച്ച് മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതാണ്, നമ്മുടെ വീട്ടിലേക്ക് ഇത് ചെയ്യേണ്ടതായിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മെയിനായിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മുറ്റം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് പുല്ല് കയറുന്നുണ്ടായിരുന്നു. മഴക്കാലവും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് പുല്ല് വരാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആവശ്യം. മുറ്റം വൃത്തിയാക്കി ഇടുക എപ്പോഴും പ്രയാസമാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം കുറച്ച് വെയിറ്റൊക്കെയുള്ള വണ്ടികൾ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉള്ള എന്തെങ്കിലുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് നമ്മുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ വീടിൻ്റെ വശങ്ങളിലായിട്ടുള്ള ഭാഗത്തൊന്നും വണ്ടി കയറുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർലോക്കോ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ ആവശ്യകതയില്ല. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതൊരു പക്ഷേ നമ്മൾ ചെയ്യാൻ കൊടുക്കുന്ന ഒരു ആളുണ്ടാവുമല്ലോ, ഇപ്പം നമ്മൾ പണി ഏൽപ്പിക്കുന്ന ഒരാൾ, അവരിത് നമ്മളായിട്ട് ചർച്ച ചെയ്യുമായിരിക്കും. എങ്കിലും നമ്മൾ മുന്നേ കൂട്ടി തന്നെ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ ബഡ്ജറ്റിനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബഡ്ജറ്റും നമ്മളുടെ ഒരു കൺസേൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉള്ള സ്റ്റോൺസ് നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരും, അതല്ലാത്ത സ്റ്റോൺസ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. അതല്ല ബഡ്ജറ്റ് ഒരു കൺസേൺ അല്ലെങ്കിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് സ്ട്രോങ് ഇൻ ദ സെൻസ് എല്ലാം സ്ട്രോങ് ആണ്, പക്ഷേ വലിയ വണ്ടികളൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നമുക്ക് വണ്ടി കയറേണ്ട ഭാഗങ്ങളിലെല്ലാം നല്ല സാധനങ്ങൾ, നല്ല വെയിറ്റ് ബെയറിങ് കപ്പാസിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ യൂട്യൂബിൽ നോക്കി ഓരോ നമ്മൾക്ക് ചെയ്യേണ്ട സാധനങ്ങളെ പറ്റിയും അതേപോലെ ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെ തരം എത്ര റേറ്റിലൊക്കെയാണ് ചെയ്യുന്നത്, ആവറേജ് എത്രയാണ് റേറ്റ് വരിക എന്നൊക്കെ നെറ്റിൽ ഒരു റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. അങ്ങനെ കുറേ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി. നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ സ്റ്റോൺ പേവിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരെക്കാളും ഇത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻസോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവരുടെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, ഭാവിയിൽ അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള കുറേ സജഷൻസ് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ഭാവിയിലുള്ള ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആവശ്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രിഫറൻസ് കൊടുത്ത് നോക്കിയത്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ആൾക്കാരെ നെറ്റിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. കാര്യം എനിക്ക് 2000 സ്ക്വയർ ഫീറ്റോളം ഏരിയ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഏരിയ കൂടുതലുള്ളപ്പം കുറച്ച് ദൂരെ കൂടുതലുള്ള ആണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുന്ന വെൻഡേഴ്സ് നമ്മൾക്ക് ചെയ്യാൻ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഒരു കാര്യമായ മാർജിൻ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് റേറ്റ് വ്യത്യാസമൊന്നും പോവാണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ ലേബർ ഉള്ളതുകൊണ്ട്.
അപ്പം ഒരു 1500 തൊട്ട് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നെറ്റിൽ നിന്ന് തന്നെ കുറച്ച് ദൂരമുള്ളവർ ഓൾ കേരള ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടെത്തി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ വർക്ക് ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വർക്ക് എക്സ്പീരിയൻസ്. അതായത് ഇവർ നമുക്ക് നെറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അതായത് ഇവർ ചെയ്ത റീസെൻറ്റ് വർക്ക്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഇവർ എത്രത്തോളം വർഷങ്ങൾ ഇത് ചെയ്തു വന്നിട്ടുണ്ട് എന്നുള്ളതുകൂടെ നോക്കുന്നത് നന്നായിരിക്കും. അതായത് ഇവരുടെ പാസ്റ്റ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെണ്ടറിൻ്റെ ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ട് അവർ ചെയ്യുന്നതിൻ്റെ പല വർക്ക്സായിട്ട് നമുക്ക് നെറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അത്രയും വർഷം ഇത് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ ചിലവർ പുതിയതായിട്ട് വന്നവരായിരിക്കും, അവരാരും മോശമാണെന്നല്ല, പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കാര്യമായ തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ തേടി നോക്കിയത്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഇതേപോലെ തന്നെ എനിക്ക് 1-2 വെൻഡേഴ്സിന് ഇത് ഓൾ കേരള ചെയ്യുന്നവരെ ഞാൻ നോക്കിയായിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് ബെറ്ററെന്ന് തോന്നിയതും സംസാരിച്ചതിൽ ഓക്കെ ആണെന്ന് തോന്നിയതും നമ്മുടെ ഒരുപാടായിട്ട് നമ്മൾ മേൽനോട്ടൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടി വരില്ല എന്ന് ഫീൽ ചെയ്ത ആൾക്കാരെയാണ് ഞാൻ നോക്കിയെടുത്തത്. നമ്മളിങ്ങനെ ആൾക്കാരെ ഇത് ഏൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പം വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലൊക്കെ തന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പം അവരും ഇതേപോലത്തെ റേറ്റിലൊക്കെ അപ്രോച്ച് ചെയ്യും നമ്മളെ. അപ്പം ചിലയിടത്ത് ഇതൊരു കൺസ്ട്രെയിനായി വരും. അപ്പം നമ്മളെപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഏതാണോ അത് നോക്കി ചെയ്യുക. ഇപ്പം നമ്മൾക്ക് അടുത്തുള്ളവർ അത് നന്നായി ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ ചിലവർ നമ്മളോട് പറയും, നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി ദൂരെ നിന്നുള്ളവരെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആര് നിങ്ങളെ ഇത് കറക്ഷന് വരും എന്നൊക്കെ ചില ചോദ്യങ്ങൾ വരും. അതിലൊന്നും കാര്യമില്ല. നമുക്കൊരു പ്രശ്നം, അതായത് ഇത് ചെയ്തതിൽ ഒരു സ്റ്റോണിന് പൊട്ടിപ്പോവോ വണ്ടി കയറുമ്പോൾ പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു റെപ്യൂട്ടഡ് ഫേമിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർ വന്നത് കറക്റ്റ് ചെയ്ത് തരും. എന്ന് വെച്ചിട്ട് ഇത് പൊട്ടിപ്പോവും എന്നല്ല നമ്മൾ പറയുന്നത്. ബൈ ചാൻസ് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മുടെ അടുത്തുള്ള ആളാണെങ്കിലും ദൂരമുള്ളവരാണെങ്കിലും ഇതേപോലെ റെപ്യൂട്ടഡ് ആൾക്കാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ മാറ്റിത്തരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും ദൂരമുള്ളവരാണെങ്കിലും കുറച്ച് പ്രവർത്തന പരിചയമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മുടെ റേറ്റ് കമ്പാരിസൺ ചെയ്യണം. അത് നമുക്ക് ഈ പറഞ്ഞ അടുത്തുള്ളവരുണ്ടെങ്കിലും അതല്ല പുറത്തുനിന്ന് ചെയ്യുന്ന വന്ന് ഓൾ കേരള ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്തുനിന്ന് റേറ്റ്സ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നോ അത് വെച്ച് ചെയ്യിക്കുക. ഇപ്പം നിങ്ങൾ ഈ കണ്ടതുപോലെ എനിക്ക് കുറച്ച് ഏരിയ ബോൺസൈ പ്ലാന്റ്സ്, അതായത് എൻ്റെ ചെടികൾ വെക്കാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോണ്ടിച്ചേരി പെബിൾസ് എന്നൊക്കെ പറയുന്ന പെബിൾസ്, ചെറിയ ഉരുളൻ കല്ലുകൾ കിട്ടും. അത് കിലോ ഇപ്പോൾ ഏകദേശം ഒരു 5-5.5 രൂപയോ അത്ര മറ്റോ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു വീഡ് മാറ്റ് വാങ്ങിച്ചിട്ടിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് അത് ഇടയിപ്പിച്ചാൽ മതി. അപ്പോൾ അത്രയും നമുക്ക് ബഡ്ജറ്റ് അവിടെ ലാഭിക്കാൻ പറ്റും. മാത്രമല്ല ഇൻ്റർലോക്ക് അവിടെ ചെയ്തിട്ട് ഒരു ആവശ്യമില്ലല്ലോ. നമ്മുടെ ചെടി ചട്ടി വെച്ചിട്ട് അതിലെ മണ്ണ് താഴോട്ട് ഇറങ്ങി ഇൻ്റർലോക്ക് എല്ലാം നാശമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാശ് ലാഭവും നമ്മുടെ പ്രാക്ടിക്കാലിറ്റിയും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടറിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചത്. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചൂസ് ചെയ്ത മെറ്റീരിയൽസിനെ പറ്റി പറയാം. അതായത് ഞാൻ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്തത് ബാംഗ്ലൂർ സ്റ്റോണാണ്. അപ്പം നമ്മളൊരു എഗ്രിമെൻ്റ് വെക്കുമല്ലോ വർക്കിന്, അതിപ്പോൾ ഏകദേശം ഇങ്ങനെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. 50 mm തിക്നെസ് ഉള്ള ബാംഗ്ലൂർ സ്റ്റോൺ അതായിരിക്കും ഈ വെണ്ടർ യൂസ് ചെയ്യുക നമ്മുടെ സ്ഥലത്ത്. അതേപോലെ പിന്നെ ഞാൻ റേറ്റിന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ കാർ പോർച്ചിനകത്തേക്കും ഇൻ്റർലോക്കാണ് യൂസ് ചെയ്തത്. അത് ഈ സ്റ്റോണിൻ്റെ ലുക്ക് വരുന്ന ഇൻ്റർലോക്കാണ് യൂസ് ചെയ്തത്. 70 mm തിക്നെസ് വരുന്ന ഇൻ്റർലോക്ക്. പിന്നെ ബാക്ക് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ തിക്നെസ് കുറച്ചുകൂടെ കുറഞ്ഞ് ഇൻ്റർലോക്ക് എടുത്തു. കാരണം അവിടെ എങ്ങും വണ്ടി കയറുന്ന സ്ഥലമല്ല, നോർമൽ യൂസിന്, അതായത് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് ഒക്കെ മാത്രം കയറുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനത്തെ ഇൻ്റർലോക്കുമാണ് യൂസ് ചെയ്തത്.
അപ്പോൾ അതിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് എന്താണ് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ കുറേ ഏരിയയിൽ പെബിൾസ് ഞാനിട്ടു. അത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ചെടി വെക്കണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റോൺ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി പെബിൾസ് യൂസ് ചെയ്തു. അപ്പം പലതരം പെബിൾസും ഞാൻ ഈ പറഞ്ഞ പോലെ വെണ്ടറിൻ്റെ അടുത്ത് മുന്നേ തന്നെ ചോദിച്ചു വെച്ചിരുന്നു, എങ്ങനെയൊക്കെയാണ് പെബിൾസ് യൂസ് ചെയ്യുമ്പോൾ റേറ്റ്, എന്തൊക്കെ തരം പെബിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ വെണ്ടറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ചൊരു ബഡ്ജറ്റും ആദ്യം തന്നെ ഇടാൻ പറ്റും. അതേപോലെ ആദ്യം തന്നെ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കൊടുത്ത റിക്വയർമെൻറ്റ്സ് വെച്ച് അവരിൽ നിന്നൊരു ഡ്രോയിങ് ഉണ്ടാക്കി മേടിക്കുക. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തതും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകാം. പിന്നീടത് ലേയിങ്ങിലേക്ക് വരുമ്പം ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ടാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒരു മേൽനോട്ടം നടത്താൻ പറ്റുമെങ്കിൽ ഏതൊരു വർക്കാണെങ്കിലും അത് അത്രയും നന്നായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഒരു സൂപ്പർവൈസർ മസ്റ്റായിട്ടും 2 ദിവസത്തിലൊരിക്കൽ വന്ന് നോക്കണമെന്ന് അവരോട് പറഞ്ഞേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.